നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂലൈ മാസം 4-ാം തീയതി ശനിയാഴ്ച രാത്രി 7:15 ശുക്രൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റത്തോടുകൂടി ചില രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത്. കാരണം ശുക്രൻ ആഡംബര ജീവിതത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മൈഥുനത്തിൻ്റെയും ആഭരണങ്ങളുടെയും നിധിയുടെയും സ്ത്രീ വിഷയത്തിൻ്റെയും സംഭാഷണ ചാതുര്യത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഐശ്വര്യം, വാഹനങ്ങൾ, ശയനോപകരണങ്ങൾ, സംഗീതം എന്നിവയുടെ എല്ലാം കാരകത്വം ഈ ശുക്രനിൽ ആണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ രാശിമാറ്റത്തിനോടനുബന്ധിച്ച് അനുകൂലമായിട്ടുള്ള രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതായിരിക്കും. കൂടാതെ ഫലങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തോടുകൂടി വളരെയധികം മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ 5-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 5-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും പുത്രലാഭവും ബന്ധുജന സൗഖ്യവും ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു. ധനലാഭം സിദ്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സന്താന ലബ്ധിയും ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ബന്ധുക്കൾക്ക് സൗഖ്യവും ഫലങ്ങളാകുന്നു. കൂടാതെ ഗുരുജനങ്ങളുമായിട്ട് ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുകയും അവരിൽ നിന്ന് അനുഗ്രഹവും അതിലൂടെ സന്തോഷവും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 4-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 4-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികൾ ഉണ്ടാവുകയും ഫലങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് അവരുമായി ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യവും അധികാര ശക്തി ഉണ്ടാവുകയും, അതായത് ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖലയിൽ തൻ്റേതായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമത്തായി തന്നെ നേതൃത്വം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ അധികാര സ്ഥാനത്ത് നിന്ന് ഒരുപാട് നേട്ടങ്ങളും തൻ്റെ കീഴ് ജീവനക്കാരുടെ സഹകരണവും ബഹുമാനവും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി തൻ്റെ ഭരണം നിർവഹിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉന്നതമായിട്ടുള്ള അധികാരത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. ആയതിനാൽ ഈ രാശിമാറ്റത്തോടു കൂടിയുള്ള നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. എടവക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ശുക്രൻ്റെ ചാരവശാലുള്ള ഈ സഞ്ചാരത്തോടു കൂടി വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർന്നം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരാകുന്നു. മിഥുനക്കൂറുകാരുടെ 3-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ദ്രവ്യലാഭവും, അതായത് ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ശത്രുക്കളിന്മേൽ വിജയവും ഫലങ്ങളാകുന്നു. ആജ്ഞാശക്തി കൊണ്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ധനലാഭവും ഈ കാലയളവിൽ നിങ്ങൾക്ക് നന്നായി സിദ്ധിക്കുന്നതായിരിക്കും. സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധി, അതായത് നിങ്ങൾ ഉയർന്ന പദവിയിലേക്ക് എത്തുകയും ആ പദവിയിൽ ഇരിക്കെ പലരിൽ നിന്നും ബഹുമാനവും സർക്കാർ അംഗീകാരവും
എല്ലാം തന്നെ സിദ്ധിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ നാശവും ശത്രുക്കളിന്മേൽ വിജയവും ശത്രുക്കൾ മിത്രങ്ങളായി വരുവാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. മിഥുനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുണർതം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. രണ്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധന ധാന്യ സമൃദ്ധിയും പുഷ്പങ്ങൾ, സുഗന്ധദ്രവ്യ വസ്തുക്കൾ, രത്നങ്ങൾ മുതലായ അലങ്കാരങ്ങളോടുകൂടി സർക്കാർ ആനുകൂല്യങ്ങളും ബഹുമാനവും ലഭിച്ചുകൊണ്ട് സന്തുഷ്ടമായിട്ടുള്ള കുടുംബത്തെ നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഫലം. അതായത് രാജബഹുമാനവും ലഭിച്ചുകൊണ്ട് സന്തോഷമുള്ള കുടുംബത്തോടൊപ്പം യഥേഷ്ടം സുഖാനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ഫലങ്ങളാകുന്നു. അങ്ങനെ കർക്കിടകക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ശുക്രൻ്റെ രാശിമാറ്റ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്കും വളരെയധികം അനുകൂലമാകുന്നു ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം. ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിലൂടെ, അതായത് ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഒന്നാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും സുഗന്ധ വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു. ആയതിനാൽ ഇഷ്ടഭക്ഷണ സമൃദ്ധിയും ധനനേട്ടവും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കും. ആയതിനാൽ ദാമ്പത്യ സൗഖ്യവും മനസ്സമാധാനം ലഭിക്കുന്നതുകൊണ്ടും ആരോഗ്യം അനുകൂലമാകുന്നതുകൊണ്ടും ശയനസുഖം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടിട്ടുള്ള സുഖമായിട്ടുള്ള അനുഭവങ്ങളും ഈ രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ചിങ്ങക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. കന്നിക്കൂറുകാരുടെ 12ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 12ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വിവിധങ്ങളായിട്ടുള്ള ധനലാഭവും വസ്ത്രാദി ആഭരണസിദ്ധിയും ഫലങ്ങളാകുന്നു. പല മേഖലകളിൽ നിന്നും, അതായത് പല വഴികളിലൂടെയും നിങ്ങൾക്ക് ധനം വരുന്നതായിരിക്കും. കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി നല്ല അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരാകുന്നു. തുലാക്കൂറുകാരുടെ 11ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വളരെയധികം നേട്ടങ്ങളാണ് ഈ രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുവാൻ പോകുന്നത്. കാരണം അഭീഷ്ട സ്ഥാനമാണ് 11ാമിടം എന്ന് പറയുന്നത്. അങ്ങനെ ശുക്രൻ ചാരവശാൽ 11ാമിടത്ത് കൂടി സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും സുഗന്ധദ്രവ്യ സമൃദ്ധിയും ബന്ധുജന ലാഭവും ഫലങ്ങളാകുന്നു. അതുകൂടാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാനും അനുഭവിക്കുവാനും ഉള്ള യോഗം ഉണ്ടാവുകയും എന്നുള്ളതും ഫലമാകുന്നു. അതുപോലെ പല മേഖലകളിൽ നിന്നും ധനനേട്ടവും ഫലങ്ങളാകുന്നു. ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളും ബന്ധുബലം സിദ്ധിക്കുകയും ഫലങ്ങളാകുന്നു. കൂടാതെ സുഗന്ധ ദ്രവ്യ സമൃദ്ധിയും ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരാവുന്നു.
ധനുക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ശുക്രൻ്റെ ഈ രാശിമാറ്റം. ശുക്രൻ ചാരവശാൽ ധനുക്കൂറുകാരുടെ 9ാമിടത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. 9ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും ദാമ്പത്യ സൗഖ്യവും സ്ത്രീ സുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ധർമ്മകാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ഗുരുജനങ്ങളെ കാണുവാനും അവരിൽ നിന്ന് ഒരുപാട് അനുഗ്രഹവും സന്തോഷവും ലഭിക്കുവാനും ഇടയാവുകയും ചെയ്യും. സ്ത്രീകളിൽ നിന്ന് സുഖവും ദാമ്പത്യ സൗഖ്യവും ഈ 9ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സിദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ധനുക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല ഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാകുന്നു. മകരക്കൂറുകാരുടെ അഷ്ടമത്തിലൂടെയാണ്, അതായത് 8ാമിടത്തിലൂടെയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 8ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആഡംബര വസ്തുക്കളിൽ നിന്നും ഗൃഹോപകരണങ്ങളിൽ നിന്നും സ്ത്രീകളും രത്നങ്ങളും നിമിത്തവും സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു. അതായത് സമ്പത്ത് കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി ലഭിക്കും എന്നർത്ഥം. കാരണം എത്ര സമ്പത്തുണ്ടായാലും അത് അനുഭവിക്കാനുള്ള യോഗം വേണമല്ലോ. കൂടാതെ ദാമ്പത്യ സൗഖ്യവും സ്ത്രീ സുഖവും അനുഭവിച്ചുകൊണ്ട് കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നു ചേരുന്നതായിരിക്കും. അങ്ങനെ മകരക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടിയുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കൂറുകാർ. ഈ കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.